ആ നമ്മുടെ ബഷീർ ദിനമൊക്കെ കഴിഞ്ഞല്ലോ. ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് മിക്കവാറുമുള്ള സ്കൂളിലൊക്കെ ഉള്ള ഒരു പരിപാടിയാണ് ബഷീർ ദിന ക്വിസ്. ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട ചിത്രരചന ഒക്കെ. ചിത്രരചന ഇപ്പം എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് കുറച്ച് ക്വിസിന് പറ്റിയ കുറച്ച് ചോദ്യങ്ങൾ നോക്കിയാലോ. വാ. ബഷീറിന്റെ യഥാർത്ഥ നാമം കൊച്ചു മുഹമ്മദ്. പിന്നെ നമ്മുടെ ബഷീർ ജനിച്ചതെപ്പാന്നറിയോ? 1908 ജനുവരി 21. പിന്നെ ആ ബഷീർ ജനിച്ചത് വൈക്കത്താന്നറിയാലോ. എന്തായിരുന്നു? ആ പറഞ്ഞ പോലെ അത് ഏത് ജില്ലയിലാ? അത് തന്നെ, കോട്ടയം. ബേപ്പൂർ സുൽത്താൻ എന്നാണ് നമ്മുടെ ബഷീറിൻ്റെ പേര് കേട്ടോ. സുൽത്താൻ എന്ന് ബഷീറിൻ്റെ പേരിട്ടതാര്? ബഷീർ തന്നെ. പിന്നെ ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. ഇതിന് കുറേ ചോദ്യോത്തരവും കിട്ടിയല്ലേ. ഞാൻ കലകലാന്ന് പറഞ്ഞു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിൽ നിന്ന് ചോദ്യവും ഉത്തരവും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒന്നാമത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ഉത്തരം അങ്ങനെയൊന്നും പറഞ്ഞു പോകുന്നത് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാ. ഇനിയിപ്പോൾ എന്താ? ഇനിയിപ്പോ ബഷീറിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ അതേതായിരുന്നു? അയ്യോ, മറന്നുപോയോ? ഞാനങ്ങനെ മറക്കത്തൊന്നുമില്ല. നിങ്ങൾ മറക്കാതെ കാണാപ്പടം പിടിച്ചു വെച്ചാൽ മതി. പ്രേമലേഖനം 1942 ഇത് പ്രസിദ്ധീകരിച്ചത്. പിന്നെ ഈ പ്രേമലേഖനം എന്ന് പറയുന്ന നോവല് സിനിമയാക്കിയതാരാന്നറിയോ? E.A. ബക്കർ. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞു തോന്നുന്നു. ഇനി പറഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടിപ്പോവും. പിന്നെ അത്രയൊക്കെ പോരെ. നീ വേറെ ചാനലുകളും ഉണ്ടല്ലോ. എൻ്റെ ചാനൽ കാണാൻ മറക്കരുത്. എൻ്റെ ചാനലും കാണണം. കൂടാതെ വേറെ ചാനലുകളുടെയും ഒക്കെ വീഡിയോകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് എന്ത് ക്വിസായിരുന്നമ്മ? ബഷീർ ദിന ക്വിസിന് പോയി എഴുതി വിജയിച്ചു വരൂ. ടാറ്റാ.